നമസ്കാരം. പ്രസവശേഷം മാതാവ് മരിച്ച വാർത്തയാണ് ഇപ്പോ. ആ വാർത്ത ഇത്രയധികം കൊഴുക്കുന്നതിന്റെ കാരണം അക്യുപഞ്ചർ ട്രീറ്റ്മെന്റ് ആണ് എടുത്തിരുന്നതെന്നും അതുകൊണ്ടാണ് അവർ മരിച്ചുപോയതെന്നും പ്രചരിക്കുന്നതാണ്. സത്യത്തിൽ അക്യുപഞ്ചർ ട്രീറ്റ്മെന്റ് എടുത്തിട്ടാണോ അവർ മരണപ്പെട്ടത്? അല്ല. പ്രസവം എന്നത് പ്രകൃതിയിലെ ഒരു സ്വാഭാവിക ഒരു 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 ചടങ്ങാണ്. അത് ഒരു ചികിത്സയും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അങ്ങ് പ്രസവിക്കും. ലോകത്ത് ഏറ്റവും കൂടുതൽ മരുന്ന് കഴിക്കുന്ന, അതായത് മരുന്ന് ചെലവാകുന്ന സ്ഥലം എവിടെ നിങ്ങൾക്കറിയാം? ഈ വാർത്തയുടെ പ്രാധാന്യത്തിലേക്ക് ഞാൻ എത്താം, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. ലോകത്ത് ഏറ്റവും കൂടുതൽ മരുന്ന് കഴിക്കുന്നത്, അലോപ്പതി മരുന്ന് കഴിക്കുന്ന സ്ഥലം കാലിഫോർണിയ. രണ്ടാം സ്ഥാനം നമ്മുടെ കേരളമാണ് ലോകത്ത്. ഏത്? ഇന്ത്യയിലല്ല, ലോകത്ത്. അപ്പോ ഇന്ത്യയിൽ സ്വാഭാവികമായിട്ടും നമ്മുടെ കേരളമാണ്. അതായത് ഏറ്റവും കൂടുതൽ അലോപ്പതി മരുന്നുകൾ കഴിക്കുന്ന സ്ഥലം ആരാന്ന് വെച്ചാൽ നമ്മുടെ കേരളം. കാലിഫോർണിയ മാറ്റിവെക്കി, നമ്മുടെ കേരളം. അത്രത്തോളം മരുന്നുകൾ വിറ്റഴിക്കുന്നു. ഏറ്റവും കൂടുതൽ ആശുപത്രികൾ, അലോപ്പതി ആശുപത്രികൾ, ആശുപത്രി വ്യവസായം, വേണ്ട കഴുത്തറുപ്പ്, തട്ടിപ്പ്, ഉടായ്പ്, പറ്റിപ്പ്, കൊല, ഈ അടുത്ത കാലത്ത് നടക്കുന്നതൊക്കെ അത് തന്നെയാണ്. ഇത് നടക്കുന്ന സ്ഥലം ഏതാണ്? കേരളം അല്ലേ? ഈ കേരളത്തില് ഗവൺമെന്റ് ആശുപത്രികൾ പോലും 50 വർഷം ഇരുന്നാലും കുഴപ്പമില്ലാത്ത രീതിയിലുള്ള കത്രികൾ കണ്ടെത്തുന്നു, അവർ അതിനകത്ത് ഫിറ്റ് ചെയ്ത് വിടുന്നു. അതാണ് നമ്മുടെ ഇവിടെ. അതിനൊന്നും ഒരു കുഴപ്പമില്ല. ആശുപത്രിയിൽ ഒരുത്തൻ അവിടെ ചെന്നു, ആന്റിയോപ്ലാസ്റ്റി ചെയ്യണം, എനിക്ക് സർജറി ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് ചെന്നിട്ട് ആംബുലൻസ് കൊണ്ടുപോയ വ്യക്തി അവിടെ കിടന്നു. ആന്റിയോപ്ലാസ്റ്റി ഒരു തേങ്ങയല്ല, ഒന്നുമില്ല. അവിടെ 4-5 ദിവസം കിടന്നിട്ട് അയാൾ ഞാനിവിടെ കിടന്ന് മരിക്കും, ഞാൻ മരിക്കണമെങ്കിൽ ഇതാണ് കാരണം എന്ന് വീഡിയോ ചെയ്തു. ആ വീഡിയോയും ആ വോയിസും ഒക്കെ സുഹൃത്തിന് അയച്ച വാട്സപ്പും ഒക്കെ വൈറലായി നമ്മൾ കണ്ടു. അതിനൊന്നും ഒരു കുഴപ്പമില്ല. അതായത് ഇവിടെ അലോപ്പതി എന്ന് പറയുന്ന കൊലയാളി വൈദ്യശാസ്ത്രം എന്ന് ഒരു പേരിട്ട് വിളിക്കുന്ന ആ കൊലയാളി ശാസ്ത്രം, അതിൽ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു പിണ്ണാക്കുമില്ല, ഒരു വർത്താനമില്ല. നേരെ മറിച്ച് ഒരു ഗുണവുമില്ലാത്ത, ഒരു കാര്യവുമില്ലാത്ത അക്യുപഞ്ചർ, അത് ചികിത്സ വല്ലതും എടുത്തു കഴിഞ്ഞാൽ അത് പ്രശ്നം. ഇതിപ്പോഴൊന്നുമല്ല വന്നത്. ഇതിനു മുമ്പ് ഒരു വിഷയം ഉണ്ടായിരുന്നു. ഇവിടെ എന്റെ വീടിനടുത്ത് വെന്നിയൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് സംഭവിച്ചതാണ്. ഒരു പ്രസവം, വീട്ടിൽ പ്രസവിച്ചു. സാധാരണ പോലെ പ്രസവമാണ്, ധാരാളം പ്രസവം നടക്കുന്ന സ്ഥലമാണ്. വീട്ടിൽ പ്രസവിച്ചു. പക്ഷെ പ്രസവ ശേഷം കുട്ടിക്ക് കുറച്ച് പ്രയാസമുണ്ടായിരുന്നു. അത് എല്ലാ സ്ഥലത്തും ഉണ്ട്. കുട്ടി ആരോഗ്യമില്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അതിനുള്ള ചികിത്സ തേടണം. ഈ പ്രസവത്തിനല്ലല്ലോ ചികിത്സ എന്ന് പറഞ്ഞാൽ. പ്രസവിക്കുന്ന ചികിത്സ എന്തിനാ? ഗർഭം എന്ന് പറഞ്ഞ രോഗമാണോ? അതിന് ചികിത്സ ആവശ്യമുണ്ടോ? ഒന്നും ആവശ്യമില്ലല്ലോ. ആ കുട്ടി അന്ന് പ്രസവിച്ച ആ കുട്ടിയുടേതായ ആ പ്രസവത്തിൽ കുറച്ച് വിഷയങ്ങൾ ഉണ്ടായിരുന്നത് കൊണ്ട് അതിനെ ഹോസ്പിറ്റലൈസ് ചെയ്തു. ഉടനെ അതിനെ മുതലാക്കി ആശുപത്രിക്കാരൻ ചെയ്തു, അതിനെ അങ്ങ് കൊന്നു. അങ്ങനെ തന്നെ പറയാം, ആശുപത്രിക്കാരൻ അതിനെ അങ്ങോട്ട് കൊന്നു. ചികിത്സിച്ചോ അല്ല മരുന്നിന്റെ എന്തായാലും ആ കുട്ടി മരണപ്പെട്ടു. അതിനുശേഷം അവിടെ വീട്ടിൽ പ്രസവിച്ചതുകൊണ്ട് കുട്ടി മരിച്ചു എന്ന് പറഞ്ഞിട്ട് ഇല്ലാത്ത പത്രവാർത്തകളും ചാനൽ വാർത്തകളും എല്ലാം ഉണ്ടാക്കി. ഇതും അതുപോലെ തന്നെ. ഒരു പെൺകുട്ടി മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ അവരുടെ കുടുംബങ്ങൾക്ക് വിഷമം ഉണ്ടാകും, സങ്കടമുണ്ടാകും, സ്വാഭാവികം. പക്ഷെ പ്രസവം എന്നത് ഒരു രോഗമല്ല എന്നും അതിന് നമ്മൾ കൊടുക്കേണ്ട ഒരു ശുശ്രൂഷ അത് മാത്രം കൊടുത്താൽ മതിയെന്നും അത് കൃത്യമായത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പവും കൂടാതെ അങ്ങോട്ട് പ്രസവിച്ചു വരുമെന്നും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കേരളത്തിലുള്ള പെണ്ണുങ്ങൾ മാത്രമല്ല പ്രസവിക്കുന്നത്. കേരളത്തിലുള്ള പെണ്ണുങ്ങൾ മാത്രമല്ല, ഉത്തരേന്ത്യയിൽ യാത്ര ചെയ്തിട്ടുള്ളവർക്കറിയാം. മിക്ക ഇടങ്ങളിലും നാട്ടിൻപുറങ്ങളിലും നമ്മുടെ ഏമാന്മാർ വോട്ടിന് ചെന്ന് ചോദിക്കാൻ, വോട്ടിന് മാത്രമേ അവിടെ ചെല്ലുള്ളൂ. പ്രാഥമിക ആശുപത്രി പോലും ഇല്ലാത്ത ഒരുപാട് കുഗ്രാമങ്ങളുണ്ട്. അവിടെയൊക്കെ ആൾക്കാരുണ്ട്, അവിടെയൊക്കെ പ്രസവം നടക്കുന്നുണ്ട്. ഇനി വേണ്ട, ഇന്ത്യക്ക് പുറത്ത് ഒരുപാട് രാജ്യങ്ങളുണ്ട്. കിലോമീറ്റർ കണക്കിന് പോയി കഴിഞ്ഞാൽ ആശുപത്രി ഇല്ലാത്ത രാജ്യങ്ങൾ, അവിടെയും പ്രസവിക്കുന്നുണ്ട്. ഇഷ്ടം പോലെ, 1-2 ഒന്നുമില്ല, പരേന്നിങ്ങനെ പെറ്റി വീഴുന്നുണ്ട്, അവിടെയും പ്രസവിക്കുന്നുണ്ട്. അതായത് പ്രസവം എന്ന് പറയുന്നത് ഇതൊന്നും അല്ല. പ്രസവം എന്ന് പറയുന്നത് ശരീരം ഇറങ്ങി പണിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ആവശ്യമായ വൈറ്റമിൻസും മറ്റും കഴിക്കുകയാണെങ്കിൽ തന്നെ അത് ആ പ്രോസസ്സ് അതിന്റെ വഴിക്ക് അങ്ങ് നടന്നോളും. അത് അക്യുപഞ്ചർ എന്നോ അല്ലെങ്കിൽ അലോപ്പതി എന്നോ ഇനി ആയുർവേദം എന്നോ ഒന്നുമില്ല. അതൊരു നാച്ചുറൽ പ്രോസസ്സാണ്. അതിനെ ഒരു രോഗമാക്കി മാറ്റി 1-ാം മാസം മുതൽ സ്കാനിങ്ങും പിന്നെ ഇനി എന്തൊക്കെ എടുക്കാൻ പറ്റുമോ അതൊക്കെ എടുത്ത് മരുന്ന്, അത് ഇത്, കൊക്ക് കോണ്, ചപ്പ് ചവറ്, അവസാനം പ്രസവം കഴിഞ്ഞാലോ ആ കുട്ടീനെ പിന്നെ ജീവിതകാലം മുഴുവൻ രോഗിയാക്കാൻ വേണ്ടി നേരെ 2 ദിവസം ഒബ്സർവേഷൻ, നേരെ ICUയിൽ കൊണ്ടുപോകും. ആ 2 ദിവസം അവിടെ നിന്ന് പൊടി, ഇപ്പോഴും കലക്കി കൊടുക്കുന്ന ലാക്ടോജൻ ആണെന്ന് കേട്ടത്, കലക്കി അങ്ങോട്ട് കൊടുക്കും. കുട്ടിക്ക് മാതാവിന്റെ പാല് കൊടുക്കേണ്ട സ്ഥാനത്ത് കുട്ടി മുല ചപ്പിയാൽ മാത്രമേ പാലുണ്ടാവുള്ളൂ. മനസ്സിലായില്ലേ? അപ്പോ ആ 2 ദിവസം കുട്ടി ചപ്പരുത്, അതിനുള്ള പണി അവരെടുക്കും. എന്നിട്ട് അവിടെ കൊണ്ടുവന്ന് കിടത്തിയിട്ട് അവർ പൊടി കലക്കി കൊടുക്കും.
അതുകൊണ്ട് നല്ല കഫക്കെട്ടും മറ്റു കാര്യങ്ങളുണ്ടാവും. കുട്ടി അവിടെ മുതൽ ഒരു ചൈൽഡ് സ്പെഷ്യലിന്റെ അടുത്തേക്ക് പോയി. ഈ ചപ്പല് നടക്കാത്തത് കൊണ്ട് പാല് വരൂല, പിന്നെ എന്തായാലും കുപ്പിപ്പാല് തന്നെ തുടർന്നുകൊണ്ട് കൊടുക്കും. ഇപ്പൊ പിന്നെ ചില പെണ്ണുങ്ങൾക്ക് ചില ഫാഷനാ, പാല് കൊടുത്താൽ സൗന്ദര്യം പോകുന്നുള്ളൂ. അതും കൂടെ ആവുമ്പോൾ സംഗതി ഓക്കെ. ഫലമോ ആ കുട്ടി കാലാകാലം ഒരു രോഗിയായിട്ട് എത്തിക്കും. ഞാനിത് പറഞ്ഞെന്തെന്നറിയാം, ഇവിടെ വാർത്തകൾ പലതും വാർത്തയാകുന്നില്ല. ഇതൊന്നും അല്ല വാർത്തയാകേണ്ടിയിരുന്നത്. ഈ കുട്ടിയുടെ മരണകാരണം വേറെയാണ്. അതല്ല അലോപ്പതി ആശുപത്രി കൊണ്ടുവരാത്തോണ്ടൊന്നുമല്ല. അലോപ്പതി ആശുപത്രിയിൽ ആരും മരിക്കുന്നില്ലേ? കഴിഞ്ഞ 30 വർഷമായിട്ട് ഇവിടെ നടന്നൊരു സംഭവം ഉണ്ട്. എന്താ അതിനെ കുറിച്ച് ഇതേപോലെ വാർത്തയാകാത്തത്? 30 വർഷമായിട്ട് കോടിക്കണക്കിന് രൂപ വെറും കോടി എന്ന് പറയാൻ നോക്കൂല, ലക്ഷക്കണക്കിന് കോടി രൂപ തിരിമറി നടന്നിട്ടുള്ള കേസ്. എത്ര ലക്ഷം കോടി എന്ന് പറയാൻ നോക്കൂല, 30 വർഷമായില്ലേ. ആ 30 വർഷം കൊണ്ട് അത്ര കോടിക്കണക്കിന് രൂപ എന്താ പറയാ കൊള്ളയടിച്ചിട്ടുള്ള ഒരു സിസ്റ്റം. സംഗതി മനസ്സിലായോ? നിമോസ്ലൈഡ് എന്ന് പറഞ്ഞ ടാബ്ലറ്റ്, അതായത് നിമോസ്ലൈഡ് പ്ലസ് പാരസിറ്റമോൾ, ഇത് നമ്മളൊരു വേദന സംഹാരിയായിട്ടാണ് നമ്മൾ കഴിച്ചിരുന്നത്. അതായത് എന്തെങ്കിലും സർജറി വന്നാലോ ഇനി അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ആവശ്യത്തിനോ ഒക്കെ വേദന സംഹാരമായിട്ട് നമുക്ക് പാരസിറ്റമോൾ തരൂലേ, അതിന്റെ കൂട്ടത്തിലാണ് ഈ നിമോസ്ലൈഡ് ഗുളിക നമുക്ക് തന്നിരുന്നത്. കഴിഞ്ഞ 30 വർഷമായിട്ട് ഈ കേരളത്തിൽ നടന്നിട്ടുള്ള കരൾ സർജറി എത്രയാണെന്ന് അറിയോ? അല്ലെങ്കിൽ ഇന്ത്യയിൽ നടന്നിട്ടുള്ള കരൾ സർജറികൾ, കരൾ മാറ്റിവെക്കൽ സർജറികൾ എത്ര എണ്ണം ഉണ്ടായിരുന്നെന്ന് അറിയോ? ഇതൊക്കെ എങ്ങനെ വന്നു എന്നാണ് നിങ്ങൾ കരുതിയത്? അതായത് ഈ കരൾ സർജറി ഒക്കെ ഉണ്ടാകുന്നതിന്റെ പ്രധാന കാരണം ഈ നിമോസ്ലൈഡ് എന്ന് പറയുന്ന ഗുളികയാണ്. ഇപ്പൊ നിരോധിച്ചതാ. ഇപ്പൊ ഈ കഴിഞ്ഞ ഏതാനും മാസം മുമ്പ് നിരോധിച്ചു. 30 വർഷം നമ്മുടെ ഇന്ത്യയിൽ അത് വിതരണം ചെയ്തു. ഒരു സർജറി നടന്നു കഴിഞ്ഞാൽ, ഇപ്പൊ ഒരു ലിവർ മാറ്റിവെക്കൽ സർജറി നടക്കുകയാണ്, ലിവർ മാറ്റി വെച്ചിട്ട് സർജറി വേദന ഉണ്ടാവുമല്ലോ, അതിന് തിന്നാൻ കൊടുക്കുന്നത് വീണ്ടും എന്തുകൊണ്ടാണോ ആ അസുഖം വന്നത് അതേ ഗുളികയാണ് വീണ്ടും തിന്നാൻ കൊടുക്കുന്നത്. ഈ ഒരു ദുരവസ്ഥ നടന്നിട്ട് എത്ര മാധ്യമങ്ങൾ ഇത് ഈ രീതിയിൽ ചർച്ചയാക്കി, ഈ രീതിയിൽ വാർത്തയാക്കി. 30 വർഷം, ഏതാണ്ട് 10 വർഷം ഗുളിക കഴിച്ചതിന് ശേഷം 10 വർഷത്തിന് ശേഷം 20 വർഷം നമുക്ക് നോക്കാം. ഈ 20 വർഷം ഇന്ത്യയിൽ നടന്നിട്ടുള്ള കരൾ മാറ്റ ശസ്ത്രക്രിയകൾ അത് എങ്ങനെ ഉണ്ടായി, അതിനു മുമ്പ് അവർ ഏതൊക്കെ മരുന്ന് കഴിച്ചിരുന്നു എന്നതിനെ കുറിച്ച് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഗവേഷണം നടത്തിയോ? അതായത് ഈ ഒരു ഒറ്റ ഗുളിക കൊണ്ടാണ് ഈ മുഴുവൻ സർജറി നടത്തേണ്ടി വന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നിഷേധിക്കാൻ പറ്റുമോ? അതായത് ഈ പറയുന്ന ഒരു ചികിത്സാ വിഭാഗത്തിൽ നടക്കുന്ന കൊള്ളയും അവിടെ നടക്കുന്ന അശാസ്ത്രീയ ചികിത്സയും അലംഭാവവും അതിന് ചോദ്യം ചെയ്യാൻ ആരുമില്ല. അതിൽ സംഭവിക്കുന്ന മരണങ്ങൾക്ക് ഉത്തരവാദിത്വം ആർക്കുമില്ല. കോഴിക്കോടും പലയിടങ്ങളിലുമായി ഗവൺമെന്റ് ആശുപത്രികൾ, മെഡിക്കൽ കോളേജിൽ പോലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആരോഗ്യമന്ത്രി അടക്കം ആർക്കും യാതൊരു ഉത്തരവാദിത്വമില്ല. ഇതാണ് നിലവിലെ അവസ്ഥ. പിന്നെ സ്വകാര്യ ആശുപത്രിയെ കുറിച്ച് പറയാൻ വേണ്ട. ആ രീതിയിൽ കൊല പിടിച്ചാണ് അവർ കൈകാര്യം ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഒരു വ്യവസായമാണ്. അല്ലെങ്കിൽ നിങ്ങൾ പറയും, ഇവിടെ ആരോഗ്യ കേരളമാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇത്രയധികം ആശുപത്രികൾ എന്തിനാ? നമുക്ക് 3.5 കോടി ജനങ്ങൾക്ക് എത്ര ആശുപത്രി ഉണ്ടെന്നറിയാം? വലിയ ആശുപത്രി തന്നെ 5000 മേലെ ഉണ്ട്. എന്തിനാണ് ഇത്രയും വലിയ ആശുപത്രികൾ? നമ്മൾ നല്ല മെച്ചപ്പെട്ട ആരോഗ്യ സംസ്കാരമുള്ള ഒരു ജീവിതമാണെന്നുണ്ടെങ്കിൽ ആശുപത്രികളുടെ എണ്ണവും വണ്ണവും കുറയല്ലേ വേണ്ടത്? ഇവിടെ അങ്ങനെയാണോ? ഇവിടെ മരുന്ന് തീറ്റിയാണ്. അതായത് ഏതൊക്കെ വിധത്തിൽ മരുന്ന് തീറ്റിച്ച് രോഗികളാക്കാൻ പറ്റുന്നു. പ്രസവം മുതൽ തുടങ്ങാണ്. ഇനി പ്രസവത്തിന് വല്ലതും പോയാലോ ആ 2-3 ദിവസം മുമ്പേ സർജറി നടത്തും. അതാണ് ഇപ്പൊ ഇത്. നോർമൽ പ്രസവത്തിന് അനുവദിക്കില്ല. പകരം ഒരു ടാർഗറ്റ് ചെയ്തിട്ടുണ്ട്. ഡോക്ടർമാർക്ക് ടാർഗറ്റ് ഉണ്ട്, ഇത്ര സിസേറിയൻ ചെയ്തിരിക്കണം എന്നുള്ളത്. ആ സിസേറിയൻ ചെയ്തു കഴിഞ്ഞാലോ കുട്ടിക്ക് മഞ്ഞ ഉണ്ടാവും, ഇല്ലെങ്കിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടായിരുന്ന ഒബ്സർവേഷൻ. അതാണ് നേരത്തെ മഞ്ഞയായിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പൊ മഞ്ഞൊന്നും വേണ്ട, 2 ദിവസം ഒബ്സർവേഷൻ, നേരെ ഐസിയുയിൽ കൊണ്ടുപോയി ബൾബ്. എന്താ ഐസിയു മനസ്സിലായില്ലേ? ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് കിടത്തും, എന്നിട്ട് ഒരു ബൾബ്, നമ്മളെ ഫിലമെന്റ് ബൾബ് ഉണ്ടല്ലോ, കുട്ടിക്ക് തണുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മാതാവിന്റെ ചൂടുപറ്റി കിടക്കേണ്ടതാണ്. ആ കിടക്കേണ്ട സ്ഥാനത്ത് അവിടെ ഒരു ബൾബ് ഇട്ട് കുറെ ദൂരമായിട്ട് ഒരു ഫിലമെന്റ് ബൾബ് ഇട്ട് കൊടുക്കും. ഇട്ടിട്ട് അവിടെ കിടത്തും. 2 ദിവസം അവിടെ കിടത്തിയിട്ട് ഐസിയുവിന് ഭീമമായ ഒരു ബില്ല് അങ്ങനെ വാങ്ങും. അത് കഴിഞ്ഞിട്ട് ഈ പൊടി കലക്കി കൊടുക്കുന്നതോടുകൂടി കുട്ടി ഒരു നിത്യരോഗിയായി മാറും. അതോടുകൂടി എന്തായി? അതിനും ഒരു ചിൽഡ്രൻ സ്പെഷ്യലിന്റെ അടുത്ത് പിന്നെ കയറി ഇറങ്ങും. ഇതാണ് നിലവിലുള്ള അവസ്ഥ. അതിനൊന്നും ഇവിടെ ഒരു കുഴപ്പമില്ല. ഒരുപാട് മരണങ്ങൾ ഈ ചികിത്സാലംഭാവം കൊണ്ട് സംഭവിക്കുന്നു. അതൊന്നും ഇവിടെ ഒരു വാർത്തയല്ല. അക്യുപഞ്ചർ എന്ന് പറഞ്ഞൊരു സംഗതി ഉപയോഗിച്ചു കഴിഞ്ഞാൽ അങ്ങ് സംഭവിച്ചു പോകും. ഒരു നോർമൽ പ്രോസസ്സാണ് ഈ പ്രസവം എന്ന് പറയുന്നത്. മര്യാദയ്ക്കുള്ള ശുശ്രൂഷ കിട്ടിയാൽ തന്നെ അതങ്ങ് പ്രസവിച്ചു പോകും. ഇനി ആരും ഒന്നും ചെയ്തില്ലെങ്കിൽ തന്നെ അങ്ങ് പ്രസവിച്ചു പോകും. അതാണ് എന്റെ കഥ. അങ്ങനെയുള്ളൊരു കഥ നേരെ ഇപ്പുറത്ത് പോയി കഴിഞ്ഞാൽ, ഏത് പ്രസവാനന്തരം ഈ പറയുന്ന ആശുപത്രിയിൽ ആരും മരിക്കുന്നില്ലല്ലോ അല്ലേ? ഇത് അവിടെ ചെന്നാലും മരിക്കും. കാരണം അത്ര കോംപ്ലിക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ അത് അത്തരം ആശുപത്രികൾ ചെന്ന് കഴിഞ്ഞാലും അവർക്ക് രക്ഷപ്പെടുത്താൻ പറ്റൂല. ആശുപത്രിയിൽ സുഖപ്രസവം പ്രസവിച്ചത് അമിത രക്തസ്രാവം മൂലം മരിച്ച എത്ര കേസുണ്ട്? എന്തേ അവിടെ അങ്ങനെ സംഭവിക്കുന്നത്? അവർക്ക് നിയന്ത്രിക്കാൻ പറ്റുമോ? ആർക്കും നിയന്ത്രിക്കാൻ പറ്റൂല. അപ്പോ തങ്ങളുടെ ചികിത്സാ സംവിധാനം മാത്രമാണ് ശരിയെന്ന് സ്ഥാപിക്കാൻ വേണ്ടി വളരെ ഉപയോഗപ്രദമായിട്ടുള്ള മറ്റെല്ലാ സംവിധാനങ്ങളെയും അടച്ചാക്ഷേപിക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള മരണമോ ദുരന്തമോ, ഒരു ദുരന്തം തന്നെയാണ്, ഒരു ജീവൻ നഷ്ടപ്പെട്ടതാണ്, അതിനെടുത്തുകൊണ്ട് പൊക്കി കാണിക്കരുത്.
അത് അംഗീകരിച്ചു തരാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. Different angles. Don't forget to subscribe and support this channel.